കസിൻ വരുന്നുണ്ട് അവിടെ. ഹായ്. ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കണമെന്ന് തോന്നുന്നു. ഈ ചെയിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ 6 മണി ആവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ എഴുന്നേക്കൊന്നും പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നേ? ഇല്ലേ. എന്തായാലും എഴുന്നേറ്റ് ഇപ്പം മഴ ആയതുകൊണ്ട് പൂള് ചെറുതായിട്ട് ശോകം എന്നാലും ഇപ്പം ഇറങ്ങാൻ വന്നു പോയില്ലേ. അപ്പം ഞാൻ പൂളിൽ നിന്ന് ഇറങ്ങി. ഈ പൂളി നീലക്കളറല്ലേ, ഇതല്ലാതെ നല്ല ക്ലിയറും കൂടിയായിരുന്നു. ഇപ്പം ക്ലിയർ അല്ല, അതുകൊണ്ട് ചെറുതായിട്ട് ചൊറിച്ചിനുണ്ട്. എനിക്ക് ചൊറി കൂടിയപ്പോൾ ഞാൻ എന്തായാലും വെള്ളത്തിൽ നിന്ന് ഇറങ്ങി. എന്തായാലും കുടിച്ചിട്ട് വീട്ടിൽ ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോവുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഇന്ന് 15cc ബുള്ളറ്റ് എനിക്ക് വയ്യ, എന്ത് ചെയ്യാൻ. ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമുക്ക് കസിന്റെ വെഡിങ് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോകണം. ഗിഫ്റ്റ് മേടിക്കാൻ ഇന്നലെ അച്ഛൻ്റെ പറഞ്ഞാൽ കൂടെ വരണം. ഇന്ന് കട തുറക്കണ്ടെന്നും പറഞ്ഞ. കട സാറിന് ഞായറാഴ്ചക്ക് കുറച്ച് നേരത്തെ അടയ്ക്കാറുള്ളൂ, അതുകൊണ്ട് തുറക്കണ്ടെന്നേ പറഞ്ഞു. അച്ഛൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ, അച്ഛൻ വരുന്നേ ഇല്ല. അച്ഛൻ ഇവൻ എന്ത് ചോദിച്ചാലും അച്ഛൻ പുറത്ത് വരത്തില്ല. എന്ത് ചെയ്യാം, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അച്ഛൻ ഫുൾ റെസ്റ്റ് ആണെന്ന് തോന്നുന്നു. കട മാത്രമേ പോകത്തുള്ളൂ അച്ഛൻ. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അച്ഛൻ വരുവാൻ നോക്കട്ടെ. ഞാൻ ഇപ്പൊ കുളിച്ച് റെഡിയാകും. അച്ഛൻ വരുമെങ്കിൽ അച്ഛനുമായിട്ട് പോകാൻ ശ്രമിക്കാം. വിളിച്ച് നോക്കാം, നടക്കുമെങ്കിൽ പോവാം അച്ഛനുമായിട്ട്. ഞാൻ കുളിച്ച് റെഡിയാ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി പോവാം. അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛനും ചോദിക്കാം അച്ഛൻ വരുവാ വരത്തില്ലേ. അച്ഛൻ വരുന്നുണ്ടോ? വന്നിട്ട് പറയാം. വന്നിട്ട് പറയാം. ഒരു സ്പ്രേ അച്ഛൻ അടിച്ചുള്ളൂ, വേറെ സ്പ്രേ അടിക്കുന്നത്. 2 പ്രാവശ്യം അടിച്ചാ പോലെ സ്പ്രേ. ഇതെന്തിനാ 5-8 പ്രാവശ്യം അടിക്കുന്നത്? ആ ഷർട്ട് നനയണ കൊണ്ടിപ്പം ആരെ വെള്ളം കയറി അടിച്ചണക്ക്. ഏതോ കണ്ടോ ഇവിടെ കണ്ട. എങ്ങോട്ടാ പോകുന്നത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇവിടുന്ന് പോയിട്ട് കസിനെ പിക്കപ്പ് ചെയ്തിട്ട് സ്വർണ്ണക്കടയിലോട്ട് പോകുമ്പോൾ അച്ഛൻ ഒറ്റയടിക്ക് സൈഡിൽ കയറി വന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് നിന്നത്. എന്നാലും അച്ഛനെ കൊണ്ടുവരാൻ അച്ഛന് റിയാക്ഷൻ പോലെ ഉണ്ടാകും, നമുക്ക് നോക്കാം. വലുതായിട്ട് കാണത്തില്ല, ചെല്ലും പറയും. ഞാനും അമ്മ എത്തിയിട്ടുണ്ട്. ഇനി കസിനും വരാനുണ്ട്, അച്ഛനും വരാനുണ്ട്. ഇനി അച്ഛനിക്ക് ലൊക്കേഷൻ പറഞ്ഞു. അച്ഛൻ ഇവിടം വരെ എത്തി. സ്വർണ്ണക്കടയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വളഞ്ഞു പോകാന്ന് അറിയത്തില്ല. റോഡിലോട്ട് ഇറങ്ങിയാൽ അച്ഛന് കാണാൻ പറ്റും. അപ്പോൾ ഇറങ്ങി നിൽക്കും. വീഡിയോ 2 ദിവസം മുമ്പേ ഇട്ടതാ. ചേട്ടന്റെ പേര് ജോയല. അച്ഛനെ കാണാനൊന്നും ഇല്ലല്ലേ. അച്ഛൻ എത്തി. അച്ഛൻ റിയാക്ഷൻ തന്നില്ല. അച്ഛൻ കലിത്തിനാണെന്ന് അറിയത്തില്ല. ഊർമിള വരും ഇപ്പൊ. ഊർമിളക്ക് കല്യാണമല്ലേ, അതിന് എന്താ മേടിച്ചു കൊടുക്കണം. അച്ഛനും കസിൻ വരുന്നുണ്ട് അവിടെ. ഹായ്. ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കണമെന്ന് തോന്നുന്നു. അച്ഛൻ സ്ഥലം കാലിയൊക്കെ തോന്നുന്നത് കാണുന്നൊന്നുമില്ല. അച്ഛൻ്റെ സൈഡിൽ കുറച്ച് ഇരിപ്പോണ്ടാണ്, പിന്നെ ഒറ്റയടിക്ക് കാണുന്നില്ല ഏട്ടാ. പക്ഷേ ഒന്നെങ്കിൽ പുറത്തിരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയി കാണും. പുറത്ത് കാണുമായിരിക്കും. ആ ബർത്ത്ഡേ പാർട്ടിക്ക് നടക്കുന്ന എല്ലാവരും പോയെന്ന് തോന്നുന്നു കേട്ടെ. ഈ ചെയിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛൻ പുറത്താണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത്രയോട്ടൊന്നും കണ്ട. അപ്പൊ അവള് പോവാ. ഇനി അവളുടെ കല്യാണത്തിന് കാണാം. ഗൈസ് അവിടെ നിന്ന് ഇപ്പൊ ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു കേട്ടോ. ആഹാരം കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തായാലും ഏകദേശം 8000 രൂപ ഞാൻ ഈ സെയിം റെസ്റ്റോറൻറ്റിൽ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ 800 രൂപ ഫ്രീ ഉണ്ട്. അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അതെ, അച്ഛനും അമ്മയായിട്ട്. അച്ഛൻ വന്നത് തന്നെ വലിയ കാര്യം. അച്ഛൻ തിരിച്ച് വീട്ടിലോട്ട് പോകാതെ ഞാൻ കൊണ്ടുവന്നു കടയിലോട്ട്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് കാലിയായിട്ടായിരിക്കുന്നു. നേരത്തെ വന്നോണ്ടാണോ തോന്നുന്നു. മോസ്റ്റ്ലി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് 8-9 മണിക്കായിരുന്നു. അപ്പോൾ ഇത് ഫില്ല. എന്തായാലും ഞാൻ എൻ്റെ 800% ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് 800% ഡിസ്കൗണ്ടിന് വേണ്ടി 8000 ചിലവാക്കിയത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആഹാരം വന്നിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പം ഒരു പാൽ കപ്പ കൂടി മേടിച്ചു കേട്ടെ. എത്ര രൂപയാന്ന് തോന്നുന്നു? 900 ബില്ല് കണ്ടുകൊണ്ടാണ്. 900 അല്ല ഗൈസ്, എനിക്ക് 100 രൂപയുടെ ബില്ലേ ആയുള്ളൂ. 100 രൂപയുടെ ബില്ലേ ആയുള്ളൂ. എന്തുകൊണ്ടാ? ഇന്നാള് കഴിച്ചതിന്റെ ബാക്കിയില്ലേ 8000 രൂപ ചിലവാക്കിയതിന്റെ ഡിസ്കൗണ്ട് ആണ്. 8000 ചിലവാക്കിയുള്ള ഡിസ്കൗണ്ട് ആണെന്ന്. അച്ഛനും ഞാനും ഒരു കുർത്ത എടുത്തായിരുന്നു വരുന്ന കല്യാണത്തിന് വേണ്ടി കസിന്റെ. അപ്പൊ വീടിന്റെ അടുത്തൊരു തയ്യൽ കടയുണ്ട്. അവിടെ പോയിട്ട് സ്റ്റിച്ചിങ്ങിന്റെ മെഷർമെന്റ് കൊടുക്കും. 3 ദിവസത്തിൽ സാധനം കിട്ടണം. 3 ദിവസത്തിൽ കല്യാണം അല്ലേ. പിന്നെ കുർത്ത വീട്ടിൽ വെച്ചോണ്ടിരിക്കും. അത്ര മതി. 33 അപ്പൊ എന്റെ എടുത്തിട്ടില്ല കേട്ടോ. അച്ഛന്റെ മാത്രമേ തയ്യലിന്റെ അളവ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പം സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. പിള്ളേരുടെയൊക്കെ തയ്യൽ കാരണം തിരക്കാ. 3 ദിവസത്തിൽ വേണമെന്ന് താനും പെട്ടെന്ന് ഇത് തയ്യൽ കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് തപ്പേണ്ടി വരും കല്യാണത്തിന്. അങ്ങനെ ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടായിരുന്ന ചെയിൻ? ചെയിൻ ഞാനല്ല മേടിച്ചത്, അവളല്ലേ മേടിച്ചത്. പക്ഷെ ചെയിൻ സൂപ്പർ, പണിക്കൂലി കുറച്ച് ജാസ്തി അല്ലേ? ചെയിൻ നല്ലായിരുന്നു, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഡെയിലി യൂസിന് നല്ല ചെയിൻ. ഡെയിലി യൂസിന് അതിന്റെ പണിക്കൂലി മാത്രം 22% ഉണ്ടായി. 22%, 15% 22. അവസാനം ബില്ലടിക്കുമ്പോഴാ കേട്ടത്. ഓ, എന്നാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ കുഴപ്പമില്ല, നല്ല. അവൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ ഞാൻ പണിക്കൂലി ബസ് ചോദിക്കാൻ. മോശമല്ലേടാ? പണിക്കൂലി ചോദിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ 15%, 12% ഞാൻ പ്രതീക്ഷിച്ചു. 22% മേക്കിംഗ് ചാർജ് എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ അത് കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ നോക്കണ്ട.
പിന്നെ അത് ചോദിക്കുന്ന മോശമാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ലാസ്റ്റ് ബില്ല് ചെയ്തപ്പോൾ ഞാൻ കേട്ടു, ഞാൻ സൈഡിൽ നിന്ന് കേട്ടതാ. ഞാൻ കേട്ടപ്പോൾ തന്നെ അതിന് കുഴപ്പമില്ല. അമ്മ പിന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ വായിക്കുന്നത് പിന്നെ പാക്ക് ചെയ്ത് ഇവിടെ തന്നെ എത്തും. ഇപ്രാവശ്യം ലേറ്റ് ആകത്തില്ല അമ്മ? ഇല്ലേ? ഒരു ലിക്വിഡ് മേടിക്കുക. ലിക്വിഡാ? എന്ത് ലിക്വിഡ്? തുണി കഴുകുന്ന ലിക്വിഡ്. എന്താ ആനക്കാര്യത്തിന് ചേനക്കാര്യം പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്തൊന്നും ഇല്ലായിരുന്നു, 3-4 കിലോമീറ്റർ പോയിട്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 12 മണി രാത്രി വന്നതുകൊണ്ട് കുറച്ച് കേൾക്കേണ്ടി വന്നു. ഇപ്രാവശ്യം ഒരു 10 മണിയാണല്ലോ, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും അല്ലേ? പെട്ടെന്ന് വാമേ. അപ്പോൾ ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. 2 ആനിമ എനിക്ക് കാണാനുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. 40 മിനിറ്റിന് എടുക്കത്തുള്ളൂ. വലിയ ഓക്കെ ആനിമയാണ്. എന്തായാലും ഇന്ന് നേരത്തെ കിടക്കണം. നേരത്തെ കിടന്നാൽ നാളെ രാവിലെ എഴുന്നേക്കത്തുള്ളൂ. നാളെ രാവിലെ എഴുന്നേറ്റാൽ ജിമ്മിൽ പോകാൻ പറ്റത്തുള്ളൂ. സമയത്ത് കിടന്നാൽ പിന്നെ എനിക്ക് വലുതായിട്ട് ഉറക്കം ക്ഷീണം നാളെ കാണത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ടേക്ക് കെയർ, ഹാവ് ഫൺ, പീസ്.